അതെ, ഇന്നത്തെ നമ്മുടെ ഓണം സീരീസിൽ വെള്ളരിക്ക വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 100 ഗ്രാം വെള്ളരിക്ക, 5 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇവയെ ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം. നന്ദിനിയുടെ കേടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളരിക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച കോക്കനട്ട് ചേർത്ത് ഒന്ന് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കഷ്ണത്തിലേക്ക് അരപ്പെല്ലാം നല്ല പോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർക്കാം. തൈരിൽ വെള്ളം ഒന്നും ചേർക്കാതെ നല്ല കട്ട തൈരാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇത് ചൂടാവാൻ പാടില്ല കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഉരുളിയാണ് വച്ചിരിക്കുന്നതുകൊണ്ട് ഉരുളിക്ക് തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് തൈരൊഴിച്ചാൽ മതിയേ. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി താളിക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1/4 ടീസ്പൂൺ കടുക്, ഒരു പിഞ്ച് ഉലുവ, 3 ചുമന്ന മുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.